ചേട്ടാ നമസ്കാരം. നമസ്കാരം. ചേട്ടാ, ഇറാൻ അമേരിക്ക യുദ്ധം, ഈ യുദ്ധം ഇപ്പോൾ ഒരു വഴിത്തിരിവിലെത്തി നിൽക്കുകയാണ്. നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആകാംക്ഷ തോന്നുന്നു. ഡെയിലി നമ്മൾ അമേരിക്ക ഇങ്ങോട്ടടിച്ചു, ഇറാൻ അങ്ങോട്ടടിച്ചു, അതിനകത്ത് നടക്കുന്ന വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് എടുക്കുന്നത്. പക്ഷേ ഇതിലൊരു വഴിത്തിരിവ് ഇന്ന് ഉണ്ടായിട്ടുണ്ട്. ആ വഴിത്തിരിവ് എന്ന് പറഞ്ഞാൽ വലിയൊരു വഴിത്തിരിവ് തന്നെയാണ്. ഈ IRGCയുടെ പുതിയൊരു പദ്ധതി, അമേരിക്കയെ തകർക്കാനുള്ള ഒരു പദ്ധതി, അത് ചോർന്നിട്ടുണ്ട്. ഇപ്പൊ നമ്മള് ന്യൂസ് ഇന്ത്യയിൽ നമ്മൾ നേരത്തെ മുതലേ താങ്കളും ഞാനും കൂടെ ചേർന്ന് വാർത്ത എടുക്കുമ്പോൾ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട്. യൂറോപ്പിനെ ആയിരിക്കും പുടിൻ ആക്രമിക്കാൻ പോകുന്നത്, യൂറോപ്പിനെ ആയിരിക്കും പുടിൻ ആക്രമിക്കാൻ പോകുന്നത് എന്നാണ് പറയുന്നത്. ഇപ്പോ ഇറാനും അത് തന്നെയാണ് പറയുന്നത്. അതായത് 2 ദിവസം തരും അമേരിക്കയ്ക്ക്. ഈ 2 ദിവസത്തിനകം അമേരിക്ക യുദ്ധം നിർത്തിയില്ലെങ്കിൽ ഒരു വശത്ത് നിന്ന് പുടിൻ യൂറോപ്പിനെ ആക്രമിക്കും, മറുവശത്ത് നിന്ന് ഞങ്ങൾ ആക്രമിക്കും എന്നാണ് ഇറാൻ പറയുന്നത്. അതായത് ഇവരുടെ ആക്രമണം മിഡിൽ ഈസ്റ്റിൽ നിന്നും ഷിഫ്റ്റ് ചെയ്ത് യൂറോപ്പിലേക്ക് പോകാൻ പോകുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാകുന്നത്. 2026 അവസാനത്തോടെ യൂറോപ്പിന്റെ ഊർജ്ജ മേഖലയായിരിക്കും ഞങ്ങൾ ആദ്യം ലക്ഷ്യം വയ്ക്കുക. ഒരു ഭാഗത്തുനിന്ന് റഷ്യ ആക്രമിക്കും നിങ്ങളെ. ഇറാന്റെ IRGC ആണ് ട്രംപിനെ ഭീഷണിപ്പെടുത്തുന്നത്. സാധാരണ ട്രംപ് അല്ലേ ഭീഷണിപ്പെടുത്തുന്നത്. ഇറാനെ വളയാൻ ട്രംപ് പദ്ധതി ഇടുമ്പോൾ ഇറാനെതിരെ US സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയാൽ യൂറോപ്പിന്റെ ഊർജ്ജ മേഖല തകരും എന്നാണ് IRGCയുടെ ഉപദേഷ്ടാവ്. ഇവനാണ് ഇപ്പൊ അവിടുത്തെ ഏറ്റവും വലിയ കിടിലം സംഭവം എന്ന് പറയുന്നത്. ഇവന്റെ വാക്കുകളാണ് കേൾക്കുന്നത്. ഈ IRGC ഉപദേഷ്ടാവ് ഹൊസൈൻ മൊഗദംഫർ എന്നാണ് ഇയാളുടെ പേര്. ഹുസൈൻ മൊഗദംഫർ. ഇയാളാണ് മുന്നറിയിപ്പ് നൽകുന്നത്. ട്രംപിനാണ് മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഹോർമൂസ് കടലിടുക്ക് തടയാനും യൂറോപ്പിനെ ബന്ദികളാക്കാനും റഷ്യയോടൊപ്പം ഇറാൻ തയ്യാറെടുക്കുകയാണ്. ഇത് ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തിരിച്ചടിയാകുമെന്നാണ് ഇയാള് നിലവിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. IRGCയുടെ ചീഫ് കമാൻഡറും പ്രത്യേക ഉപദേഷ്ടാവും ആക്രമണാത്മക ചിന്താഗതിക്കാരനുമായിട്ടുള്ള ഹൊസൈൻ ഹമീദ് റേസ മൊഗ്ദഫർ അമേരിക്കയ്ക്ക് തുറന്ന വാക്കുകളിൽ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. കടൽ മാർഗങ്ങളിലൂടെയോ സാമ്പത്തിക ഉപരോധങ്ങളിലൂടെയോ ഇറാനെ വളച്ചൊടിക്കാൻ അമേരിക്ക ശ്രമിച്ചാൽ മുഴുവൻ യൂറോപ്പും ഏറ്റവും ഭയാനകരമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ കൊണ്ട് ചുട്ടരിക്കപ്പെടും. അമേരിക്കയുടെ പ്രവർത്തനങ്ങൾ കാരണം മുഴുവൻ യൂറോപ്യൻ ഊർജ്ജ മേഖലയും ആഗോള സമ്പദ് വ്യവസ്ഥയും ഒരു ചീട്ടുകൊട്ടാരം പോലെ തകരും എന്നും ഇയാൾ പറയുന്നു. ഇതുവരെ അമേരിക്കൻ ആക്രമണങ്ങൾക്ക് മറുപടി നൽകാൻ ഇറാൻ ഗൾഫ് രാജ്യങ്ങളെയാണ് ലക്ഷ്യമിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ഞങ്ങളുടെ പദ്ധതി യൂറോപ്പിലേക്കാണ്. മുകളിൽ നിന്ന് റഷ്യയുടെ സമ്മർദ്ദം എന്നുള്ള വാർത്തയുണ്ട് കേട്ടോ. ഒരു വശത്ത് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ യുക്രൈൻ മുന്നണിയിൽ നിരന്തരം ആക്രമണം നടത്തിക്കൊണ്ടിരിക്കുന്നു. യൂറോപ്പിന്റെ അതിർത്തികൾ മിസൈൽ സമ്മർദ്ദം വർദ്ധിപ്പിക്കുന്നു. ഗ്യാസ് വിതരണം നിർത്തിവെച്ചുകൊണ്ട് പുടിൻ ഇതിനകം യൂറോപ്പിനെ മുട്ടുകുത്തിച്ചു. താഴെ നിന്ന് ഇറാന്റെ പ്രതിരോധം. മറുവശത്ത് ആഗോള വിപണിയിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും സെൻസിറ്റീവ് കടൽപ്പാത ഉപരോധിക്കാൻ ഇറാൻ ഇപ്പോൾ തയ്യാറെടുക്കുന്നു. ട്രംപ് ഇറാനിൽ എന്തെങ്കിലും നടപടി സ്വീകരിച്ചാൽ മുകളിൽ നിന്ന് യൂറോപ്പിനെ പുടിൻ സമ്മർദ്ദത്തിലാക്കും. താഴെ കടലിൽ നിന്നുള്ള വിതരണ ലൈൻ ഇറാൻ വിച്ഛേദിക്കും. ഡൊണാൾഡ് ട്രംപ് റഷ്യയും ഇറാനെയും വെവ്വേറെ കൈകാര്യം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. എന്നാൽ ഈ പുതിയ പദ്ധതി ചോർന്നതിന് ശേഷം ട്രംപിന് ഈ 2 മുന്നണികളെയും ഒരുമിച്ച് കൈകാര്യം ചെയ്യുക അസാധ്യം. ഇത് തന്നെയാണ് നമ്മൾ കുറെ നാളായിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പൊ യുദ്ധത്തിന്റെ പകുതി ആയുധങ്ങളും തീർന്നു കഴിഞ്ഞു. ഇയാൾ പറയുന്നത് ഹോർമൂസ് കടലിടുക്ക് ട്രംപിന്റെ മരണക്കെണിയായി മാറും. യൂറോപ്പിനെ ട്രംപ് ബലിയാടാക്കാൻ പോവുകയാണ്. നല്ല കിടിലം ഒരു സാധനമാണ് ആക്ച്വലി. എന്നിട്ട് അയാൾ ഇതിന് 2 ദിവസത്തെ ഒരു ഇതും കൂടെ കൊടുത്തിട്ടുണ്ട്. ട്രംപിന് ഇപ്പോ ഇറാൻ കൊടുത്തിരിക്കുന്നത് 2 ദിവസത്തെ അന്ത്യശാസനമാണ്. 2 ദിവസത്തിനകം ഇതിനൊരു അവസാനം ഉണ്ടാക്കണം. ഇതിനൊരു അവസാനം നമ്മൾക്ക് വേണം. ഇല്ലെങ്കിൽ യൂറോപ്പിലേക്കായിരിക്കും ഞങ്ങളുടെ അടുത്ത ആക്രമണം എന്ന് ഇയാൾ പറയുന്നു. സ്ഥിതി കൂടുതൽ വഷളാക്കൽ. ഇത് കണ്ടുകൊണ്ട് പാകിസ്ഥാനും കുവൈറ്റും ഇപ്പൊ പറഞ്ഞിട്ടുണ്ട്, ദയവ് സ്ഥിതി കൂടുതൽ വഷളാക്കരുത്, ധാരണാപത്രം പിൻവലിക്കണം, അമേരിക്കയോടും ഇറാനും വീണ്ടും ഒരു പുതിയ ധാരണാപത്രം കൊണ്ടുവരണം എന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അങ്ങനെ വലിയ രീതിയിൽ ഈ വലിയ സ്കെയിലിലേക്ക് ഇത് മാറുകയാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ ഇതൊരു പുതിയ സാധനമാണ്. ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, പ്രേക്ഷകർക്ക് ഓർമ്മയുണ്ടോ? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വരാൻ പോകുന്ന ലോകത്തിന്റെ കാര്യങ്ങൾ, അവസ്ഥകൾ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയുടെ വാക്കുകൾ ശ്രദ്ധിച്ചാൽ മാത്രം മതിയാവും. കാലത്തിന് മുമ്പ് സഞ്ചരിക്കുക എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഓരോ വാക്കുകളും, അദ്ദേഹം എവിടെയെങ്കിലും ഒക്കെ ഒരു പ്രസ്താവന നടത്തുമ്പോൾ അദ്ദേഹത്തെ കളിയാക്കാൻ പോകാതെ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കാമെങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ഒരു ബ്രീഫിംഗ് അതിനകത്തുണ്ടാകും. അദ്ദേഹം കഴിഞ്ഞ ദിവസം നോർവേയിൽ പോയപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, ഈ പതിറ്റാണ്ട് യുദ്ധത്തിന്റെ പതിറ്റാണ്ടാണ്, സംഘർഷങ്ങളുടെ പതിറ്റാണ്ടാണ്, ഇത് പുടയുന്നത് അവസാനിക്കില്ല എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. കഴിഞ്ഞ ദിവസം ഇന്ത്യയുടെ ഒരു സ്റ്റാൻഡിൽ നിന്ന് തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ നമുക്ക് വ്യക്തമാണ്. കാരണം താരിഫിന്റെ കാര്യം പറഞ്ഞിട്ട് ട്രംപ് വന്നപ്പോൾ പറഞ്ഞു, ഗീരിഫൊന്നും ഞങ്ങൾ മൈൻഡ് ചെയ്യുന്നില്ല, ഞങ്ങൾ റഷ്യക്കൊപ്പം നിലകൊള്ളുക തന്നെ ചെയ്യും, അവരുടെ എണ്ണ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യും. അതിൽ നിന്നൊരു കാര്യം വളരെ വ്യക്തമായി. കാരണം ഈ യുദ്ധം ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല എന്നും ഹോർമുസ് തുറന്ന് അതുവഴി മിഡിൽ ഈസ്റ്റിൽ നിന്ന് എണ്ണയൊന്നും കൊണ്ടുവരാൻ പോകുന്നില്ല എന്നും വ്യക്തമായി.
അതിന് കുറച്ച് ദിവസം മുമ്പ് 2 ദിവസം മുമ്പ് നമ്മൾ സംസാരിക്കുകയും ന്യൂസിന്റെ വളർത്തി കൊടുക്കുകയും ചെയ്തൊരു വാർത്തയുണ്ട്. നമ്മൾ മിഡിൽ ഈസ്റ്റിലുള്ള രാജ്യങ്ങൾ GCC രാജ്യങ്ങളുമായിട്ടുള്ള ദീർഘദൂര എണ്ണ വാതക കരാറുകളെല്ലാം റദ്ദ് ചെയ്തു. ദീർഘകാലം ഇതുണ്ടല്ലോ, 10 വർഷത്തേക്ക് 20 വർഷത്തേക്ക് എണ്ണ എടുക്കുക, ഗ്യാസ്, അതെല്ലാം നമ്മൾ റദ്ദ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ചെയ്യുന്നത് സ്പോട്ടാണ്. ഇന്നത്തെ കാര്യം ഇന്ന്, നാളത്തെ കാര്യം നാളെ. സ്പോട്ടിൽ ലാഭകരമാണ്. സ്പോട്ട് അന്നുള്ള ആ ക്രൂഡ് ഓയിലിന്റെ വില അനുസരിച്ച് എടുക്കുക. പിന്നെ ഈ നമുക്ക് കിട്ടുന്ന, കാരണം ഇവിടെ നിന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് കിട്ടും എന്നുള്ളതിനകത്തൊരു വലിയ ചോദ്യചിഹ്നമാണ്. എവിടെ നിന്നൊക്കെ ഇത് കൊണ്ടുവരാൻ പറ്റും എന്നുള്ളതൊരു റിസ്ക് ആണ്. അപ്പോൾ അതിനനുസരിച്ച് ഇപ്പൊ ദീർഘകാല കരാറ് കിടക്കുകയാണെങ്കിൽ സ്വാഭാവികമായി ഇത്ര ശതമാനം അവിടെ നിന്ന് ഇറക്കുമതി ചെയ്യാതിരിക്കാൻ കഴിയില്ലല്ലോ. അപ്പോൾ അത് റദ്ദ് ചെയ്തുകൊണ്ട് പകരം സ്പോട്ടിലേക്കുള്ള കാര്യങ്ങളിലേക്ക് നീങ്ങുന്നു. അപ്പൊ ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാകുന്ന കാര്യം, ലോകത്ത് വരാൻ പോകുന്ന ഒരു വലിയ യുദ്ധം തന്നെയാണ്, വലിയ സംഘർഷം തന്നെയാണ്. അതിനിടയിൽ നമ്മുടെ രാജ്യം വലിയ രീതിയിൽ തന്നെ സൈനിക വിന്യാസം നടത്തുന്നു, ആയുധങ്ങൾ ഒരുപാട് വാങ്ങിക്കൂട്ടുന്നു. ഇന്നലെ ശ്രീമാൻ രാജ്നാഥ് സിംഗിന്റെ ഒരു പ്രസ്താവന ഉണ്ടായിരുന്നു. ന്യൂസിന്റെ മലയാളത്തിൽ ആ വാർത്ത കൊടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത്, മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ 2014 അദ്ദേഹം ഒന്നാം മോദി സർക്കാർ അധികാരത്തിലേറുമ്പോൾ 660 കോടി രൂപയുടെ ആയുധ വിപണി മാത്രമേ നമുക്ക് ഉണ്ടായിരുന്നുള്ളൂ. ഇന്നത് 39,000 കോടി രൂപയുടെ ആയുധ വിപണിയിലേക്ക് ഇന്ത്യ കടന്നിരിക്കുന്നു. 39,000 കോടി രൂപ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ കണക്കൂട്ടി, ധനുഷൻ അറിയാമല്ലോ, ധനുഷൻ എന്ന് പറഞ്ഞു, നമ്മൾ നേരത്തെ കണക്കൂട്ടി എന്നായിരുന്നു 2031 അല്ലേ? 2027 നമ്മൾ 30,000-ഉം 2029 50,000 ടച്ച് ചെയ്യുമെന്നാണ് നമ്മൾ വിചാരിച്ചിരുന്നത്. 2031 ആകുമ്പോഴേക്കും നമ്മളൊരു 75 ടച്ച് ചെയ്യുമെന്ന്. പക്ഷെ ഇപ്പൊ 2026 തന്നെ നമ്മൾ 35,000 അല്ല 38,000 കടന്ന് ഇപ്പൊ 40,000 ടച്ച് ചെയ്യും. 39,000. അപ്പൊ ഇന്നലെ രാജ്നാഥ് സിംഗ് അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, 39,000 എത്തി നിൽക്കുകയാണ്. അത് വലിയൊരു ആയുധ. അങ്ങനെ നമ്മളും കച്ചമുറക്കുന്നു. ഇവിടെ നമ്മൾ പണ്ട് തൊട്ടേ പറയുന്ന ഒരു കാര്യമുണ്ട്, റഷ്യ ഗതി കെട്ട് കഴിഞ്ഞാൽ യൂറോപ്പിനെ വലിച്ച് യുദ്ധത്തിലിടും. കാരണം മുങ്ങിത്താഴുന്ന പുടിൻ മുങ്ങിത്താഴാൻ പോകുന്നു എന്ന് തോന്നിയാൽ അദ്ദേഹം ഇവരെ മുഴുവൻ, ഈ ലോകത്തിന് മുഴുവൻ വലിച്ചു താഴെയിടും. ലോകത്തിന് മുഴുവൻ വലിച്ചു താഴെയിടും എന്ന് പറയുമ്പോൾ പലരും അത്ഭുതത്തോട് ചോദിക്കും, എല്ലാവരും കരുതുന്ന ആക്രമണത്തിലൂടെ വലിച്ചു താഴെയിടുമെന്ന്. ആക്രമണമല്ല വലിയ ആയുധം, മിസൈൽ അല്ല വലിയ ആയുധം, അണുവായുധമല്ല വലിയ ആയുധം. ഏറ്റവും വലിയ ആയുധം സാമ്പത്തികമാണ്. സാമ്പത്തികമായ ഒരു രാജ്യത്തെ തകർക്കാൻ കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ചൊന്നും ആ രാജ്യത്ത് ചെയ്യേണ്ട കാര്യമില്ല. പാകിസ്ഥാൻ ഇപ്പൊ നല്ല പണം ഉണ്ടായിരുന്നെങ്കിൽ ആ അവസ്ഥയൊന്നും ആലോചിച്ച് നോക്കി, ഈ മേഖലയിലെ മുടിചൂടാ മണ്ണിനായിട്ട് നിന്നേനെ മുനീറൊക്കെ. അപ്പോ സാമ്പത്തികമായി തകർന്ന ആ രാജ്യം തകർന്നു പോകും. അപ്പൊ സാമ്പത്തികമായി തകർക്കണമെങ്കിൽ എന്ത് സംഭവിക്കണം? അവരുടെ പ്രധാനപ്പെട്ട വരുമാന മാർഗങ്ങൾ അടയ്ക്കണം, അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കണം. വരുമാന മാർഗങ്ങൾ എങ്ങനെ അടയ്ക്കാൻ കഴിയും? അവരുടെ ഊർജ്ജ കേന്ദ്രങ്ങൾ തകർക്കണം. കറണ്ട് ഉണ്ടെങ്കിലല്ലേ സാധനങ്ങൾ വർക്ക് ചെയ്യൂ, ക്രൂഡ് ഓയിൽ ഉണ്ടെങ്കിലല്ലേ വണ്ടികൾ ഓടൂ, ഫാക്ടറികൾ വർക്ക് ചെയ്യൂ, ചക്രങ്ങൾ ചലിക്കൂ. സൈന്യം പോലും ചലിക്കണമെങ്കിൽ ഇതൊക്കെ തന്നെ വേണ്ടേ? അപ്പൊ ഇത് തന്നു കഴിഞ്ഞാൽ അതോടെ തീർന്നു. നിത്യോപയോഗ സാധനങ്ങളുടെ വില കൂടില്ലേ? ജനങ്ങൾക്ക് പുറത്തിറങ്ങാൻ കഴിയുമോ? എന്തെങ്കിലും വാങ്ങാൻ കഴിയുമോ? ആ രാജ്യം അതോട് തകരില്ലേ? ഇതിനിടയിലാണ് ഈ പാർട്ടികൾ, അത് വളരെ ഇമ്പോർട്ടന്റ് ആയ വാർത്തയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അത് പുറത്തു വന്നിട്ടുണ്ട്. ഈ ട്രംപിന്റെ ഒരു കുബുദ്ധിയാണ് ഈ പാറ്റകളെന്നാണ് പറയുന്നത്. കാരണം ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുക. കാരണം അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായി, ഈ രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികളെ കൊണ്ടൊന്നും നരേന്ദ്രമോദിയെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് ഇത് കണക്കുള്ള എന്തെങ്കിലുമൊക്കെ ഇറിറ്റേഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ആ ഇറിറ്റേഷനിൽ ഒരു പ്രഷർ വരിക. ആ പ്രഷറിന്റെ ഭാഗമായിട്ട് വ്യാപാര കരാർ ഒപ്പിടിക്കുക, തങ്ങളുടെ ചൊൽപ്പിടിക്ക് നിർത്തുക. ഈ പാർട്ടികളുടെ പിന്നിലും ഇതാണ് കളി നടക്കുന്നത്. ഇത് ജനത്തിന് നന്നായി അറിയാം. അത് അറിയാൻ മേലാത്തത് കേരളത്തിലെ കുറെ മാപ്രകൾക്കും അതുപോലെ തന്നെ പിന്നെ അവർക്ക് പിന്തുണ കൊടുക്കാൻ പോകുന്നവർ അവർ വലിയ സംഭവമാണെന്ന് ഘോര എഴുതുന്നവർക്കും മാത്രമേ ഉള്ളൂ. ബാങ്ക് ചുക്കി പിന്തുണ കൊടുക്കുന്നവന്മാരൊക്കെ ഉണ്ടല്ലോ, ഈ പിന്തുണ കൊടുക്കുന്നവന്മാർക്ക് ആളൊന്ന് 50,000 രൂപ വെച്ചാൽ അവന്മാർ കൊടുക്കുന്നു. കഴിഞ്ഞ ദിവസം ഒരു തെലുഗു ഇൻഫ്ലുവൻസർ, ഒരു കർണാടകയിൽ നിന്ന് ഒരു തെലുങ്കുവിൽ നിന്ന് ഒരു ഇൻഫ്ലുവൻസർ ഇന്ത്യയിലുണ്ട് വിഷ്വല്, അയാൾ വന്നിട്ട് അയാൾ പറഞ്ഞിട്ടുണ്ട്, എനിക്കൊരു മെയിൽ വന്നു, നിങ്ങൾ ഒരു റീല് ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരു ട്വീറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 50,000 അക്കൗണ്ടിൽ തരാമെന്ന് പറഞ്ഞ് അത് വലിയ ചർച്ചയായിട്ടുമുണ്ട്. ഇപ്പോൾ പൈസ വാങ്ങിച്ചുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത്, ഈ സോനാക്ഷി സിൻഹ അടക്കമുള്ള ഒരു പൈസ വാങ്ങിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും ഇന്നലെ ഒരു ചിത്രം പുറത്തു. നമ്മുടെ ശ്രീമാൻ MA ബേബി അടക്കം നിൽക്കുന്ന ഒരു വേദി, അതിനകത്ത് കുറച്ച് പാറ്റക്കാർ നിൽപ്പുണ്ട്, പാറ്റപ്പിള്ളേര്. ഈ ഒരു പാറ്റ ചെറുക്കന്റെ കയ്യില് 2 കവറുകൾ, 2 ബാഗുകൾ, ബിഗ് ഷോപ്പർ കിടക്കുന്ന 2 ബാഗുകൾ ഇരിക്കും. ചൈനീസ് കമ്പനിയുടെ ബാഗാണത്. ചൈനീസ് കമ്പനിയുടെ ഗിഫ്റ്റോ എന്തോ ആണ് അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ചൈന സ്പോൺസർ ചെയ്യുന്ന ആളാണ് വാൻചുക്കി. ആ വാൻചുക്കിയെ വെച്ചിട്ടാണ് ഈ കളി അവര് സ്പോൺസർ ചെയ്യുന്നത്. ഇത് അമേരിക്ക പണം മുടക്കിയിട്ടാണ് പാറ്റകളെ രംഗത്തിറക്കി. പക്ഷെ ചീറ്റി എന്നുള്ളതാണ് നമുക്കറിയാം. ഇദ്ദേഹം ഹോസ്പിറ്റലിൽ പോകുമ്പോൾ ഈ രാജ്യം ഇളകി മറിയുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നു? ഇവര് മാത്രമേ കരുതിയിരുന്നുള്ളൂ. സുഡാപ്പികൾ കരുതിയിട്ടുണ്ട്. കാരണം സുഡാപ്പികൾക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യം കുട്ടിച്ചോറാകണമെന്നുള്ളതാണ്. പിന്നെ നമ്മുടെ ഭരണം എന്നൊരു സ്വപ്നം മാത്രമേ ഉള്ളൂ. അത് എങ്ങനെയായാലും നമ്മൾ വെറുതെ പറഞ്ഞു പോയാലും മതി. മോദി രാജിവെച്ചെന്ന് പറയുകയാണെങ്കിൽ അവന്മാരിപ്പം നെഞ്ചത്തടി ഭയങ്കര സന്തോഷമായിരിക്കും.
ചുമ്മാ കിട്ടും. അപ്പൊ അവര് ആണ് ഇത് ചെയ്യുന്നത്. അപ്പൊ അതും കൂടെ ഇതിനകത്ത് പുറത്തു വന്നിട്ടുണ്ട്. ഇത് തന്നെയല്ല, റഷ്യ ഇപ്പോൾ ഭയങ്കര മാരകമായ ഒരു ആക്രമണം നടത്തുന്നു. അത് യൂറോപ്പിനെ ലക്ഷ്യം വെച്ച് തന്നെയാണ്. കാരണം അവരുടെ ആണവ ഷിപ്പുകൾ, അന്തർവാഹിനികളായാലും ആണവ കപ്പലുകളായാലും പടക്കപ്പലുകളായാലും എല്ലാം കടത്തിലിറക്കും. ഒപ്പം തന്നെ ഇറാൻ ഇപ്പോൾ കൊടുത്തിരിക്കുന്ന മുന്നറിയിപ്പ് ചെങ്കടൽ അടയ്ക്കാൻ പോകുന്നു എന്ന് പറയുന്നു. ഇങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും ലോകത്തെ വീർപ്പ് മുട്ടിക്കാൻ ഈ രണ്ട് രാജ്യങ്ങൾക്ക് സിമ്പിളായിട്ട് കഴിയും. ലോകത്തെ വീർപ്പ് മുട്ടിക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയും പിണ്ണാക്കൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഇതെല്ലാം പോകും, അവിടെ തീരും കളി. എല്ലായിടത്തിന്റെയും ഒരു തീരും. ഇവിടെ ട്രംപിസം കൊണ്ട് ജയിക്കാൻ പറ്റില്ല. ട്രംപിന് എത്രയിടത്ത് പിടിച്ചു നിൽക്കാൻ പറ്റും? ഈ റഷ്യയും ഇറാനും തമ്മിൽ രണ്ട് ഭാഗത്ത് നിന്നൊരു വലിയ യുദ്ധമുഖം തുറന്നു കഴിഞ്ഞാൽ ട്രംപിന് ഒറ്റയ്ക്ക് അത് പിടിച്ചു നിൽക്കുക അസാധ്യമായ ഒരു കാര്യമാണ്. പിന്നെ ട്രംപിനോടൊപ്പം ഈ നാറ്റോ രാജ്യങ്ങൾ വരണം. അതിൽ എത്ര രാജ്യങ്ങൾ മുമ്പോട്ട് വരുമെന്നുള്ളത് കണ്ടറിയേണ്ട കാര്യമാണ്. കാരണം നാറ്റോ രാജ്യങ്ങൾ മുമ്പോട്ട് വരിക എന്ന് പറയുമ്പോഴത്തേനും അവർ പഴയതുപോലെ കൈമയുമേർന്ന് വരുമോ എന്നുള്ള സംശയമാണ്. ഇനി നാറ്റോ രാജ്യങ്ങൾ രംഗത്ത് വന്നു കഴിഞ്ഞാൽ ഉത്തര കൊറിയ പോലുള്ള രാജ്യങ്ങൾ അണിയറയിൽ പിന്നെയും നിൽപ്പുണ്ട്, ചൈന പോലുള്ള രാജ്യങ്ങൾ നിൽപ്പുണ്ട്, അതിൽ ഇന്ത്യ പോലുള്ള രാജ്യങ്ങൾ. ഇന്ത്യയുടെയൊക്കെ നിലപാട് പ്രത്യക്ഷമായിട്ട് ഇല്ല എങ്കിൽ പോലും പരോക്ഷമായിട്ടൊക്കെ ഇവർ, കാരണം ഇവരുടെ എല്ലാവരും ലക്ഷ്യം ഈ ട്രംപിന്റെ ഒരു അഹങ്കാരം ശമിപ്പിക്കുക എന്നുള്ളത് മാത്രവുമല്ല, ഡോളറിനെതിരെ പോരാടി ജയിക്കുക എന്നുള്ളത് ഇവരുടെ സ്വപ്നമാണ്. കാരണം ബ്രിക്സ് ഒക്കെ ശക്തി പ്രാപിച്ചിരിക്കുന്ന സാഹചര്യം, ഈ ഡോളറിനാണ് ലോകം ഭരിക്കുകയും ഡോളർ എല്ലാവരെയും നിയന്ത്രിക്കുകയും ചെയ്യുന്നത്. കാലഘട്ടം മാറേണ്ട സമയം കഴിഞ്ഞു എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ 2014 കയറുമ്പോൾ പോലെ അദ്ദേഹം പറയുന്നുണ്ട്. ഉള്ളവൻ ഇല്ലാത്തവന് കൊടുക്കൂ, ഇല്ലാത്തവൻ അവന്റെ രാജ്യത്തുള്ളത് മറ്റുള്ളവർക്ക് കൊടുക്കും. അങ്ങനെ വേണം നമ്മുടെ ലോകം മുമ്പോട്ട് പോകാൻ. അതുകൊണ്ട് എല്ലാവരും സീറോ താരിഫിലേക്ക് പോകുന്നു. ആദ്യം തൊട്ടേ പറയുന്ന ഒരു നേതാവ് നരേന്ദ്രമോദിയാണ്. അദ്ദേഹം വന്നതിന് ശേഷമാണ് അങ്ങനത്തെ ഒരു ആശയം തന്നെ ലോകത്ത് വളരെ ശക്തമായി മുമ്പോട്ട് പോകുന്നൊരു സാഹചര്യം. ഇവിടെ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞതുപോലെ തന്നെ പതുക്കെ കളി കണ്ട് ഗ്യാലറിയിരുന്ന യൂറോപ്യൻസിനെ കൂടെ ഇത് വലിച്ചിടുകയാണ്. വലിച്ചിട്ട് ഇതൊരു ആഗോള പ്രശ്നമാകും. നിലവിൽ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ സേഫാ, മിസൈലും ബോംബും ഒന്നും തലയ്ക്ക് വീഴില്ല എന്ന് കരുതരുത്. കാരണം ഇതിന്റെ ഒരു ഭാഗമായി പാകിസ്ഥാൻ മാറാനുള്ള സാധ്യതകളുണ്ട്. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഊർജ്ജ പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമുള്ളതല്ല, ആഗോള പ്രതിസന്ധിയാണ്. കടൽമാർഗങ്ങളെല്ലാം തടയപ്പെട്ട് കഴിഞ്ഞാൽ ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന ചരക്കുകളും അവിടുന്ന് ഇങ്ങോട്ട് വരുന്ന ചരക്കുകളും ഉണ്ട്. എണ്ണയും ഗ്യാസും മാത്രമല്ല ചരക്കുകൾ എന്ന് പറയുന്നത്. അതിൽ മരുന്നുണ്ട്, വസ്ത്രമുണ്ട്, ഭക്ഷണ ആവശ്യങ്ങൾക്കുള്ള കാര്യങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതെല്ലാം ഉണ്ട്. ഇതിനിടയിൽ വേദനാജനകമായ ചില വാർത്തകൾ കൂടി മിഡിൽ ഈസ്റ്റിൽ നിന്ന് വരുന്നുണ്ട്. പ്രവാസികൾക്ക് ചിലർക്കൊക്കെ ജോലി നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യം വരുന്നു എന്നൊരു വാർത്തയുണ്ട്. ഭയങ്കര വേദനാജനകമായ ഒരു കാര്യമാണ്. ദുബായിലാണ് ആ വാർത്ത വന്നിരിക്കുന്നത്. അതിന്റെ കുറച്ചുകൂടെ ക്ലാരിറ്റി ലഭിക്കാനായിട്ടുണ്ട്. അത് വളരെ ദുഃഖകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മളെയും അത് ഒരുപാട് ബാധിക്കും, ലോകത്തിനെ മുഴുവൻ ബാധിക്കും. കോവിഡിന് ശേഷം ലോകത്തെ ഏറ്റവും കൂടുതൽ സമ്പദ് വ്യവസ്ഥ സ്വാഭാവികമായിട്ട് ചിന്തിക്കുക എന്നുള്ളത്, സമ്പദ് വ്യവസ്ഥ ഗുരുതരമായിട്ട് ഇതിനെ ബാധിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. ഇന്ത്യയിൽ ഇപ്പോൾ ദുബായിൽ തൊഴിലില്ലാത്തവരായി മാറിയിരിക്കുന്നുള്ളതാണ് റിപ്പോർട്ട്. ഇന്ത്യക്കാർ ഉൾപ്പെടെ വിദേശ കുടിയേറ്റക്കാർക്ക് ജോലി ലഭിക്കുന്നത് പോലും ബുദ്ധിമുട്ടായി മാറിയിരിക്കുന്നു. US ഇസ്രായേൽ ഇറാൻ യുദ്ധം ദുബായ് അബുദാബി ഉൾപ്പെടെയുള്ള നഗരങ്ങളെ ടൂറിസം, വിമാന കമ്പനികൾ, വിദേശ വിനോദസഞ്ചാരികളെ ആശ്രയിക്കുന്ന ബിസിനസ്സുകൾ എന്നിവയെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഇന്ത്യൻ വംശജരായിട്ടുള്ള അക്കൗണ്ടർമാർ ഒരുപാട് പേര് അവിടെ ജോലിയില്ലാതെ പുറത്തേക്ക് വരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. ഇപ്പോ ഈ അക്കൗണ്ടർമാരായിട്ടുള്ള ആൾക്കാരുണ്ടല്ലോ, അതിലൊരു വൺ മിസ്റ്റർ റഹ്മാൻ എന്ന് പറഞ്ഞ ഒരാളുടെ ഒരു ബൈറ്റ് ഈ നമ്മുടെ നാഷണൽ മീഡിയാസ് കൊടുത്തിട്ടുണ്ട്. അയാൾ പറയുന്നത്, ഞാനൊരു കാറ്ററിംഗ് കമ്പനിയിൽ ജോലി ചെയ്തിരുന്നു, യുദ്ധം കാരണം അദ്ദേഹത്തിന്റെ കമ്പനി അടച്ചുമുട്ടി, പല കമ്പനികളും പുതിയ ആളുകളെ നിയമിക്കുന്നത് നിർത്തി. കൂടാതെ ദുബായിലെ 546 കമ്പനികളിൽ നടത്തിയ ഒരു സർവേ പ്രകാരം 4-1 തൊഴിൽ ദാതാവ് 2026 മൂന്നാം പാദത്തിൽ പിരിച്ചുവിടലുകൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അതേസമയം 3-1 കമ്പനി പുതിയ ജീവനക്കാരെ നിയമിക്കേണ്ടതില്ലെന്ന് തീരുമാനിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തകളും ഇപ്പൊ അതിനോട് നമുക്ക് പുറത്തു വരുന്നുണ്ട്. ദുബായില് ഈ വ്യവസായങ്ങളെ അവരുടെ മാന്യത്തിൽ നിന്ന് കരകയറ്റാനായിട്ട് സഹായിക്കുന്നതിനായി UAE സർക്കാർ $680 മില്യൺ ദുരിതാശ്വാസ പാക്കേജും അവിടെ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ദുബായിൽ ജോലി ചെയ്യുന്നവരും സ്വന്തം നാട്ടിലേക്ക് പണം അയക്കുന്നവരുമായിട്ടുള്ള ആൾക്കാർ ഈ മാന്യത്തിൽ വളരെയധികം പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട റിപ്പോർട്ട്. അതാ ഞാൻ പറഞ്ഞത്, എല്ലാവരെയും ബാധിക്കും. കാരണം 1 കോടിക്ക് മുകളിൽ ആളുകളുണ്ട്, ഇന്ത്യക്കാരുണ്ട് ഈ മിഡിൽ ഈസ്റ്റിൽ മാത്രം. അതായത് ഗൾഫ് മേഖലയിൽ മാത്രമല്ല, ഈ പറയുന്ന ഇസ്രായേൽ അടക്കം ഉള്ളവരുണ്ട്. എല്ലാവരെയും ഈ സാമ്പത്തിക മാന്ദ്യം എല്ലാവർക്കും ഒരുപോലെ ഉള്ളതാണല്ലോ. അപ്പൊ അതും ഒക്കെ ഒരു ബാധിക്കുന്ന ഒരു സാധ്യത ഉണ്ട്. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. യുദ്ധം ഇപ്പോൾ ഒരുപാട് പേരൊക്കെ അതിനകത്ത് ഇടപെടുന്നുണ്ട്, ചൈന ഉൾപ്പെടെ ഇടപെടുന്നു എന്നാണ് കേൾക്കുന്നത്. ഏതായാലും എല്ലാവരും കൂടെ ഇടപെട്ട യുദ്ധം തീരട്ടെ എന്നുള്ളത്. പക്ഷേ ഇതിപ്പോ തീരുന്ന ലക്ഷണം നിലവിൽ കാണുന്നില്ല. ഇല്ലെങ്കിൽ ട്രംപ് ഒരുപാട് വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരും ഇനി എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. എങ്കിൽ മാത്രമേ തീരാൻ സാധ്യതയുള്ളൂ. താങ്ക് യു സോ മച്ച്.